കുഞ്ഞിന്റെ മുഖത്ത് ഭസ്മോ ഇട്ടിട്ടില്ല, പനിനീരും കുടഞ്ഞിട്ടില്ല. അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കുഞ്ഞിന് അപകടമൊന്നും ഉണ്ടാകാത്ത രീതിയിലായിരിക്കും അത് ചെയ്തത്. അതുകൊണ്ട് അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇനി എന്റെ കണ്ണീരൊപ്പാൻ അച്ഛനെ കൊണ്ട് കഴിയില്ല. അത് പക്ഷേ അച്ഛൻ സമ്മതിക്കണം. ഇല്ല മോളെ, മോക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്തയെങ്കിലും കേൾപ്പിക്കാതെ ഞാൻ ജയിലിലേക്ക് പോവില്ല. എനിക്കിനി വിശ്വാസം ഇല്ല ആരെയും. എല്ലാരും കണക്കാ. നോക്കിക്കോ അച്ഛൻ, ഈ ഓണമായിരിക്കും എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം ഓണം. കഴിഞ്ഞ ഓണം പോലും ഇതിനേക്കാളും മെച്ചമായിരുന്നു. അന്ന് കണ്ണന് കാലിന് സ്വാധീനം ഉണ്ടായിരുന്നില്ല, ലക്ഷ്മിക്ക് കുഞ്ഞുണ്ടായിരുന്നില്ല. എന്നിട്ട് കൂടി വിഷമിച്ച ആ ഓണം പോലും കഴിഞ്ഞു പോയത്. ഞാൻ ആ ഒട്ടുപാല ദിനേശനെ കണ്ടിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും നോക്കട്ടെ. എന്തായാലും എന്റെ പൈസ എനിക്ക് മുതലാക്കിയാലേ പറ്റൂ. എത്ര കാലമായി അച്ഛാ അച്ഛൻ ഇങ്ങനെ പൈസ മുടക്കാൻ തുടങ്ങിയിട്ട്? ഏതെല്ലാം ഗുണ്ടകൾക്ക് വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും വാങ്ങിയ പൈസക്ക് നന്ദി കാണിച്ചിട്ടുണ്ടോ? എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായ സമയത്ത് ലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടി വിഷം കൊടുത്തതാ. എന്നിട്ട് നഷ്ടപ്പെട്ടതോ എനിക്ക് എന്റെ കുഞ്ഞിനെയാ. അല്ലെങ്കിൽ അവൾക്ക് മുന്നേ എന്റെ കയ്യിലൊരു കുഞ്ഞുണ്ടായേനെ. എന്തായാലും ഇനിയും പ്രതീക്ഷയുണ്ടല്ലോ മോളെ. എന്തോന്ന് പ്രതീക്ഷ? കഴിവുകെട്ട ഒരുത്തന്റെ കുഞ്ഞിനെ ജനിപ്പിച്ചിട്ട് എനിക്ക് എന്ത് നേട്ടം ഉണ്ടാവാനാ? അമ്മയ്ക്ക് പോയിട്ട് കുഞ്ഞിന് പോലും ചെലവിന് കൊടുക്കാൻ താല്പര്യമില്ലാത്ത ഒരുത്തനാ എന്റെ ഭർത്താവ്. അച്ഛൻ ജയിലിലേക്ക് പോയി കഴിഞ്ഞാ മിക്കവാറും ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മുത്തശ്ശിയുടെ വീട്ടിൽ പോയി താമസിക്കും. കേസ് നടത്തി കഴിയുമ്പോ അച്ഛന്റെ സമ്പത്ത് പോവുമല്ലോ. പിന്നെ ആകെയുള്ളത് മുത്തശ്ശിയുടെ ആ വീടും പിന്നെ മുത്തശ്ശി മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് സ്വർണവുമാണ്. അവിടെ അമ്മ അബദ്ധം കാണിച്ചല്ലോ. അതല്ല, ആ ദ്രോഹിക്ക് എഴുതി കൊടുത്തല്ലോ. അച്ഛൻ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല മോളെ. ദൈവം നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. പെരുവഴിയായിരിക്കും. ദയവ് ചെയ്ത് ഇനി ഓരോന്ന് പറഞ്ഞ് എനിക്ക് ഓരോ പ്രതീക്ഷകൾ തരല്ലേ. എന്റെ ഭർത്താവും അച്ഛനും എല്ലാം കണക്കാം. നിങ്ങൾക്കാർക്കും എന്നെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല, കരയിക്കാനല്ലാതെ. മോളെ, നല്ല അവശതയുണ്ടല്ലോ സാറേ. ഓ, നല്ല അവശതയുണ്ടാ. ഇടയ്ക്കിടയ്ക്ക് ഒരു കൊളുത്തിപ്പിടുത്തം വരും പുറകില്. അതെ, ഒരുത്തൻ തല്ലിയതിന്റെ ആ മാർക്കോ. ഓ, അവനെ കൊണ്ട് ഒരു രക്ഷയില്ല സാറേ. അവന്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. ഞാനിപ്പോ നിന്നെ കാണാൻ വന്നതേ, നിന്റെ അമ്മ ഒരു വീട്ടില് ഒരു കുഞ്ഞിനെ നോക്കാൻ പോയെന്ന് അറിഞ്ഞായിരുന്നു. ആ ഫൈനാൻസിയേഴ്സ് നടത്തുന്ന കണ്ണ സാറ് നല്ല കാശ് കൊടുക്കാന്ന് പറഞ്ഞു. അതുകൊണ്ടാ അമ്മ പോയത്. എടാ, ആ കാശ് കൊണ്ട് നിന്റെ പ്രാരാബ്ധങ്ങൾ തീരുവോ? എവിടെ തീരാനാ സാറേ? ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത പൈസയൊക്കെ കുടിശ്ശി കിടക്കുക. പിന്നെ പലിശക്കാർക്കാണെങ്കിൽ കണ്ടമാനം കൊടുക്കാനുമുണ്ട്. അതൊക്കെ കൊടുത്തു തീർക്കാടാ. നിന്റെ ബാധ്യതയൊക്കെ ഞാൻ ഒഴിപ്പിച്ചുവിടാം. ഒന്നുമില്ലേലും നീ നിന്റെ അച്ഛനുമൊക്കെ എന്റെ കോറിയിൽ ഒരുപാട് നാൾ പണിയെടുത്തതല്ലേ. അത് പിന്നെ കട്ടിപ്പണി ആയണ്ട സാറേ ഞാനത് വേണ്ടാന്ന് വെച്ചത്. അത് വേണ്ടാന്ന് വെച്ചിട്ട് നീ ഇപ്പൊ കള്ളും കുടിച്ച് നടക്കല്ലേ. അതുകൊണ്ട് കുടുംബം നേരെ പോകൂടാ. സാറേ, കാശ് കുറച്ച് അധികം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ ഒരാളെ കൊല്ലാൻ വരെ ഞാൻ തയ്യാറാണ്. എടാ, നിന്നെ ഞാൻ ഏൽപ്പിക്കാൻ പോകുന്ന ജോലിയും അത് തന്നെയാടാ. എടാ, നീ ഒന്നും പറയാത്ത. കൊട്ടേഷനൊക്കെ ഞാൻ ഏറ്റെടുക്കാം സാറേ. പക്ഷേ മാർക്കയൊന്നും തട്ടിക്കളയാൻ എൻ്റെ അടുത്ത് പറയല്ലേ. അതിനെവിടെയുള്ള കൊലകമ്പന്മാർ വിചാരിച്ചിട്ട് പോലും നടന്നിട്ടില്ല. അതെനിക്കറിയാടാ. മാർക്കോയെ കൊല്ലാനാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വന്ന് കാണും. അതിനി നമ്മുടെ കേരളത്തിന്റെ പുറത്തുനിന്ന് ആളെ വരുത്തിയേ പറ്റൂ. ഇവിടെ ഉള്ളവന്മാരെ കൊണ്ടൊന്നും മാർക്കോട് മുട്ടാൻ പറ്റില്ല. ഇപ്പോൾ ആരെയാ സാറേ ഞാൻ നോട്ടിടേണ്ടത്? ഒരു കൊച്ചു കുഞ്ഞിനെയാ. ഏത് കുഞ്ഞിനെ? അത് പിന്നെ